ഉല്ലാസത്തിനും കാഴ്ചയ്ക്കുമൊക്കെ നവ്യാനുഭവം തീർക്കേണ്ട പാർക്കിന്ന് പരിതാപകരമായ അവസ്ഥയിലാണ്. വേറെവിടെയുമല്ല, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി ആളുകൾ എത്തുന്ന കൊച്ചി കോർപ്പറേഷനിലെ മട്ടാഞ്ചേരി പാർക്കാണ് ഉപയോഗശൂന്യമായി കാടുകയറി കിടക്കുന്നത്. കുട്ടികളുടെ വേനൽ അവധിക്ക് മുൻപായി അധികാരികൾ അറ്റകുറ്റപ്പണികൾ നടത്തി പാർക്ക് തുറന്നു നൽകണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി അധികാരികളുടെ കണ്ണെത്താതെ ഒരു പാർക്ക്. അതിപുരാതനവും പ്രശസ്തവുമായ മട്ടാഞ്ചേരിയിലെ കൊട്ടാരത്തിന് മുൻപിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസേന എന്നോണം വന്നെത്തുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ഈ ഒരു പ്രദേശം. ഈ പ്രദേശത്ത് അനേകായിരം ആളുകൾ വന്നെത്തുമ്പോൾ അവർക്ക് കുറേയധികം ഈ സ്ഥലങ്ങൾ കാണുവാനും ഈ സ്ഥലത്തെ കണ്ടറിഞ്ഞ് ഇതിനെ ആസ്വദിക്കുവാനുമായിട്ടുള്ള സൗകര്യമുണ്ട്. ഒപ്പം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് അധികാരികൾ പറയുന്നു. എന്നാൽ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുവാനും കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഈ ആളുകളെല്ലാം ഇതിന്റെ കായലിന്റെ തീരത്തേക്ക് വരുവാനും അവിടെ കുറെ നേരം വിശ്രമിക്കുവാനുമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഒരു പാർക്കിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇതാണ് മട്ടാഞ്ചേരിയിലെ ആ പണി പൂർത്തിയായി എന്ന് പറയുന്ന പാർക്ക്. ഇവിടെ ഈ പാർക്കിന്റെ പണി പൂർത്തിയായെങ്കിലും അത് ഉപയോഗിക്കുവാനായിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. താഴിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഈ തുറമുഖവുമൊക്കെ കണ്ട് ഈ ചെറു ഓളങ്ങൾ അതെല്ലാം തത്തിക്കളിക്കുന്നത് കണ്ട് ഇവിടെ ഇത്തിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പിലാകുന്നില്ല. ആരാണ് ഇതിന് ഉത്തരവാദികൾ? കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മട്ടാഞ്ചേരി പാർക്ക് ഉപയോഗശൂന്യമായിട്ട് നാളുകളേറെയായി. പല പ്രൊജക്ടുകളിലായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ മിടുക്ക് കാണിക്കുന്ന അധികാരികൾക്ക് പിന്നീട് ഇതിന്റെയൊന്നും അറ്റകുറ്റപ്പണികൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാർക്ക്. വിനോദസഞ്ചാരികൾക്കും സ്വദേശികൾക്കും ഉൾപ്പെടെ വിശ്രമവേള ആനന്ദകരമാക്കാൻ ആരംഭിച്ച പാർക്ക് ഏതാണ്ട് കൊറോണ സമയം മുതൽ കാടുകയറി അടച്ചിട്ടിരിക്കുകയാണ്. പിന്നീട് ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ അറ്റകുറ്റപ്പണികൾ നടന്നെങ്കിലും ഇന്നും പാർക്ക് തുറന്നു കൊടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പ്രദേശവാസി മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. കൊച്ചിയിലെ പല പ്രദേശത്തും പുതിയ CSMLന്റെയും കോർപ്പറേഷന്റെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയ പാർക്കുകളൊക്കെ നിർമ്മിച്ചു വരുന്നുണ്ട്. പക്ഷേ പുതിയത് നിർമ്മിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹം ഇപ്പോൾ ഉള്ളതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കൃത്യമായ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മട്ടാഞ്ചേരിയിൽ ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അവർക്ക് അല്പസമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് സമയം വിശ്രമിക്കുവാനും കുട്ടികൾക്കൊക്കെ കളിക്കുവാനും ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ കുട്ടികളുമായിട്ടൊക്കെ മുമ്പ് വന്നിരുന്ന വെച്ചാൽ പാർക്കാണ്. ഞാൻ കൊച്ചി കോർപ്പറേഷനിലെ 5ാം ഡിവിഷനിൽ പെട്ടതാണ്. ഈ 5ാം ഡിവിഷനിലെ കൗൺസിലർ ശ്രീമതി ആൻസിയ, പുള്ളിക്കാരത്തി ഈ കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. കൃത്യമായ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് ഈ പാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്ത് പലതും ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. ഈ ബസാർ റോഡ് ഒത്തിരിയേറെ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങളൊക്കെ വരുന്ന വഴിയാണ്. അത് വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. യാതൊരു മെയിൻ്റനൻസും ഇല്ല. പ്രദേശത്തൊക്കെയുള്ള പലതും ശരിയാക്കുന്നുണ്ട്. പക്ഷേ കാണേണ്ട പ്രധാനപ്പെട്ട റോഡുകളോ ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയാത്തത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വെല്ലുവിളിയാവുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. വിദേശീയരും സ്വദേശീയരുമായ അനേകം ടൂറിസ്റ്റുകളും നാട്ടുകാരുമൊക്കെ കുറച്ച് സമയം വിശ്രമിക്കുവാനായിട്ടൊക്കെ എത്തിച്ചേരുന്ന ഈ ഒരു പ്രദേശം ഇന്ന് ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പുതിയ ഉപകരണങ്ങൾ പലതും അത് കുട്ടികൾക്ക് കളിക്കുവാനുള്ളതാണെങ്കിൽ പോലും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള അലങ്കാര വിളക്കുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ഉത്തരവാദികൾ ആര് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. പലപ്പോഴും പലതും നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് കൈമാറും. പക്ഷേ അത് തുടർന്ന് അതിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ടോ, അത് എങ്ങനെയെല്ലാം അത് സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇതിൻ്റെ നാശത്തിനൊക്കെ ഇടയാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സിംലേഷിനൊപ്പം റിഡ്ജൻ റബല്ലോ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്.
KR Opticals near Federal Bank, Pallurthi. Specs World opposite TB Hospital, Karivelippadi. KR Opticals, Commercial Muck, Kumbalangi.